ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കല്യാണിയും അതുപോലെ തന്നെ കിരണും കൂടി ലക്ഷ്മിയമ്മയുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും ലക്ഷ്മിയമ്മ അടുത്ത കല്യാണി പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും അവൻ മരിച്ചതാണ്, അതും ദുർമരണപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ആത്മാവ് അലിഞ്ഞു തിരിയാൻ സാധ്യതയുണ്ട് എന്നല്ല നമ്മളൊക്കെ പറയാറുള്ളത്. അതുകൊണ്ട് എന്തായാലും അവന്റെ ആത്മാവിന് വേണ്ടിയുള്ള ക്രിയകളൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ കാർത്തികയാണല്ലോ, അവള് മനസ്സറിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അതൊന്നും ചെയ്യത്തില്ല മോളെ എന്ന് പറയാണ്. മോളൊരു കാര്യം ചെയ്യും, ഭക്ഷണം കഴിക്കുക, അതിനുശേഷം നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. വേണമെങ്കിൽ പൂജാരി അടുത്ത് പോയിട്ട് നമുക്ക് ഇതിനെ കുറിച്ചൊരു പ്രശ്നം വെപ്പിച്ച് എന്താ വെച്ചാൽ പരിഹാരം നമുക്ക് ചെയ്യാം എന്നൊക്കെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്. ശേഷം അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, അതെ 2 ദിവസം കഴിഞ്ഞാൽ കല്യാണമാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇനി പേടിക്കൊന്നും വേണ്ടല്ലേ അല്ലേ മോനെ എന്ന് കിരണിനോട് ചോദിക്കുമ്പോ, ഇല്ല ലക്ഷ്മിയമ്മേ, നിങ്ങളൊക്കെ എന്തിനിങ്ങനെ പേടിക്കണത്? ഇതേ ഗംഗപ്രസാദ് മരിച്ചു, ഇനി ഒരിക്കലും അവൻ വരില്ല. അല്ല, അവന് ഡെഡ് ബോഡി കാണാത്തോണ്ടേ ഇപ്പോഴും മനസ്സിനൊരു പേടിയാ. തമിഴ്നാട്ടിൽ വെച്ചിട്ട് അവൻ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ മരണപ്പെട്ടു എന്ന് പറഞ്ഞ വാർത്ത ഞങ്ങളുടെ ചെവികളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ മുമ്പത്തെക്കാളും ശക്തനായിട്ട് അവൻ പിന്നീട് തിരിച്ചു വരുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ടെൻഷൻ കൊണ്ടാ. ലക്ഷ്മിയമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവൻ മരണപ്പെട്ടു വെച്ചാൽ മരണപ്പെട്ടു, പിന്നെ അവന്റെ മൃതദേഹം ഒരു പൊടിക്ക് പോലും കിട്ടത്തില്ല, കാരണം വന്യമൃഗങ്ങളൊക്കെ അത് തിന്ന് കഴിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ പറയണം. അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി മോനെ, സമാധാനം. എന്തായാലും കാർത്തിക മോൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുമല്ലോ ഭർത്താവായിട്ട്. അല്ലെങ്കിൽ ഇവളെ കല്യാണം കഴിക്കണ കാരണം കൊണ്ട് ദിലീപിന് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടിയും കൊണ്ട് നമുക്ക് ഉണ്ടായാനെ. എന്തായാലും ഒരുപാട് പേർക്ക് സമാധാനമായിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ സമാധാനം ദീപയുടെ ആത്മാവിന് ഇപ്പൊ സമാധാനം കിട്ടിയിട്ടുണ്ടാവുന്ന ലക്ഷ്മമ്മ പറയുമ്പോ കല്യാണി പറയുന്നുണ്ട്, അതെ എന്റെ അമ്മ ആകെ എപ്പോഴും പേടിയായിരുന്നു ഗംഗപ്രസാദൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന്. അമ്മ എപ്പോഴും അത് പറയുമായിരുന്നു. അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ അമ്മയുടെ പ്രാർത്ഥന ഗംഗപ്രസാദിന്റെ ആ ഒരു അന്ത്യം തന്നെയായിരുന്നു അമ്മ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരുന്നത്. കാരണം അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. എന്തായാലും അവൻ പോയല്ലോ, സമാധാനം എന്നൊക്കെ കാർത്തികേയൻ പറയുന്നുണ്ട്. ശേഷം കിരണും കല്യാണിയും കൂടി വീട്ടിലേക്ക് വരുന്നു കേട്ടോ. അപ്പൊ കല്യാണിയുടെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കിരൺ ചോദിക്കേണ്ട, എന്താ കല്യാണി, നീ എന്താ ഇപ്പോഴും ഗംഗപ്രസാദിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അതല്ല കിരണേട്ടാ, എന്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. അവൻ മരിച്ചു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയണം. കല്യാണി, അത് വിശ്വസിച്ചേ പറ്റൂ, അവൻ മരിച്ചു, ഇനി നമ്മുടെ 7 അയലത്ത് പോലും അവൻ വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയും കിരണും വീട്ടിലെത്തുന്നു കേട്ടോ. പ്രകാശം ചോദിക്കേണ്ട, എന്തായി അവിടെ പോയിട്ട്? നമ്മൾ ഒരു ട്രീറ്റ് തരാൻ വേണ്ടിയിട്ടായിരുന്നു ലക്ഷ്മിയമ്മ വിളിച്ചത്, ചെറിയൊരു സദ്യ, അത്രേ ഉള്ളൂ. ഗംഗപ്രസാദ് മരിച്ചല്ലോ, പിന്നെ കല്യാണിക്കൊരു ചെറിയൊരു മാറ്റം കൂടി വരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇനിയിപ്പോ കല്യാണി മോളെ, നീ ഇനി വിഷമിക്കല്ലേ, നോക്ക് ഗംഗപ്രസാദ് മരിച്ചു, ഇനി കാർത്തികയുടെ വിവാഹമാണ്. ആ സമയത്ത് നീ ഇങ്ങനെയൊന്നും ഇരിക്കല്ലേ, നോക്ക് കാർത്തിക വിവാഹം കഴിഞ്ഞ് പോകുമ്പോ സന്തോഷത്തോടെ വേണ്ടേ അവളെ യാത്രയാക്കാൻ. മോൾ ഇങ്ങനെ ഇരുന്നാൽ അവൾക്ക് ഒരു സമാധാനവും കിട്ടില്ല, അവരുടെ ദാമ്പത്യ ജീവിതത്തിന് വരെ അത് ബാധിക്കും എന്നൊക്കെ പറയുമ്പോ കിരൺ പറയണ്ട്, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താച്ചാ കല്യാണിക്ക് മനസ്സിലാവണ്ടേ എന്ന് പറയാണ്. ശരിയാ നിങ്ങൾ പറയണത്, പക്ഷെ എനിക്ക് എന്റെ അമ്മേനെ എടുത്ത് കളയാൻ പറ്റുന്നില്ല മനസ്സിൽ നിന്ന്. ഓരോരോ സെക്കൻഡും എനിക്ക് അമ്മേനെ കുറിച്ചുള്ള ചിന്തകൾ കൂടി കൂടി വരുക എന്നൊക്കെ പറയണം. അത് പ്രകാശം പറഞ്ഞത് വേറൊന്നുമല്ല മോളെ, നീ ജനിച്ചപ്പോ തൊട്ട് അമ്മയുടെ തണലിലല്ലേ ജീവിച്ചത്. നിന്നെ പോലെ അമ്മയുടെ ഒട്ടിരിക്കുന്ന മക്കള് കുറവായിരിക്കും, അതുകൊണ്ട് നിനക്ക് പെട്ടെന്ന് പറ്റില്ല. നിന്റെ ആത്മാവ് വിട്ടുപോയ പോലത്തെ ഫീലാ നിനക്കെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് പോലും ദീപനെ കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിനക്ക് എന്ത് അവസ്ഥയായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ മോളെ, നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മൾ ഇന്നും നാളെയോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് മോൾ ഉള്ള സമയം നമുക്ക് ഇത്തിരിയേ ജീവിതം ബാക്കിയുള്ളൂ, ആ ഉള്ള സമയം നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ ഉപദേശിക്കുന്നുണ്ട്. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അകത്ത് കയറി പോകുന്നുണ്ട്. ശേഷം ഉറങ്ങുന്ന സമയത്ത് കല്യാണി ഇങ്ങനെ ഉറങ്ങാതിരിക്കാട്ടോ. കിരൺ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കല്യാണി ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ കല്യാണി, എന്താ ഉറങ്ങാത്തെന്ന് ചോദിക്കുമ്പോ, ഞാൻ ഒരു ദുസ്വപ്നം കണ്ടു കിരണേട്ടാ, ഗംഗപ്രസാദിനെ ആയിരിക്കും അല്ലെ? അത് കിരണേട്ടൻ എങ്ങനെ മനസ്സിലായി? അല്ല, നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു വിചാരമാണല്ലോ. അല്ല, ഗംഗപ്രസാദ് ജീവനോടെ വന്ന എന്തെങ്കിലും സ്വപ്നമാണോ നീ കണ്ടത്? അതേ കിരണേട്ടാ, അവൻ ജീവനോടെ വന്നു. അവൻ ആ കൊക്കയിൽ വീണില്ലേ, അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. കാട്ടിൽ ആരൊക്കെയോ ചേർന്ന് പച്ചമരുന്നുകളും മരുന്നൊക്കെ കൊടുത്തു അവനെ സുഖപ്പെടുത്തി. അവൻ 2-3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചു വരും, എനിക്ക് ഉറപ്പാ. ആ സ്വപ്നം യഥാർത്ഥ സ്വപ്നം പോലെ എനിക്ക് തോന്നിയത്. സാധാരണ എനിക്ക് ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കണ്ട അതുപോലെ തന്നെ ഫലിക്കും കിരണേട്ടാ എന്നൊക്കെ പറയുമ്പോൾ കിരണനെ സമാധാനിപ്പിക്കുകയാണ് കല്യാണി. അത് വിട്ടുകള, അഥവാ അവൻ മരിച്ചില്ലെങ്കിൽ അവൻ ഇനി വരുവാണെങ്കിൽ ദേ ഞാൻ നിന്റെ മുമ്പിലിട്ട് അവനെ കൊന്നോളാം, അതോടെ നീ വിശ്വസിക്കുമല്ലോ എന്നൊക്കെ പറയാണ്. നീ കിടന്ന് ഉറങ്ങും, നോക്ക് നീ ആകെ ക്ഷീണിച്ച് കോലം കെട്ട് അവശതയായി, ഭക്ഷണവും കഴിക്കണില്ല, ഉറങ്ങുമെങ്കിലും ചെയ്യ കല്യാണി എന്നൊക്കെ പറയണം. അങ്ങനെ കല്യാണി ഉറങ്ങണമെന്നില്ല കേട്ടോ, ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കിടക്കണം. അപ്പോഴും ഗംഗപ്രസാദ് ഇങ്ങനെ വരും എന്നുള്ള ചിന്തയാണ്. അങ്ങനെ കല്യാണി കാണുന്ന സ്വപ്നം പോലെ തന്നെ ഫലിക്കുകയാണ്, ഗംഗപ്രസാദ് മരിച്ചിട്ടില്ല. അങ്ങനെ കിരൺ തള്ളിയിട്ടിട്ട് ആ ഭാഗം നമ്മളെ വീണ്ടും കാണിക്കാട്ടോ. തള്ളിയിടുമ്പോഴേക്കും ഗംഗപ്രസാദ് ആ പുഴയിലേക്ക് വീഴുന്നുണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങനെ നീന്തി ഒഴുകി ഗംഗപ്രസാദ്
ഗംഗപ്രസാദ് നേരെ പോണത് ഒരു മരത്തിന്റെ ആ ഒരു സൈഡിലേക്ക് പോയി അടിയുവാട്ടോ. അപ്പൊ അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ കാണിക്കുന്ന കാട്ടിലെ കാര്യങ്ങളാണ്. കാട്ടിലൊരു മൂപ്പനുണ്ട്. അയാള് അവരുടെ കാട്ടിലെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. അവർ അതിനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഗംഗപ്രസാദ് ഇങ്ങനെ കിടക്കുന്നത് ഒരാൾ കാണുന്നുണ്ട്. അയാൾ ഓടി വന്നിട്ട് ഈ മൂപ്പനോട് പറയുന്നുണ്ട്, മൂപ്പ നമ്മുടെ പുഴക്കരിയിൽ ഒരു മൃതദേഹം കിടക്കുന്നു എന്ന് പറയാണ്. അപ്പോഴേക്കും ആ പുള്ളിക്കാരൻ വേഗം തന്നെ അവരെ പ്രതിഷ്ഠ നോക്കി പറയുന്നുണ്ട്, അയ്യോ മഹാമായമേ, നീ ഭയങ്കര അത്ഭുതം തന്നെ, ബലിതർപ്പണം നടക്കുന്ന സമയത്ത് തന്നെ ഇത്ര ശുഭവാർത്ത കേൾക്കാൻ സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ, വാ നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഇവൻ ശവം തന്നെയാണ് എന്ന് അടുത്തുള്ള ആൾക്കാർ പറയുമ്പോൾ മൂപ്പൻ പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദിന്റെ കഴുത്തിലും അതുപോലെ ഇവിടെ ഞരമ്പിലൊക്കെ പിടിച്ചു നോക്കുകയാണ്. ചെറിയ ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ട് ഇവന്. അത് 99% മരിച്ചു, 1% എവിടെയോ ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ട്. എന്തായാലും ഇവനെ കുടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഗംഗപ്രസാദിനെ പൊക്കിയെടുത്തോണ്ട് മൂപ്പന്റെ കുടിയിലേക്ക് കൊണ്ടുപോവാണ്. ശേഷം അവിടെ വൈദ്യരക്കിനെ വന്ന് പരിശോധിക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും ഇവ മരിച്ച പോലെ തന്നെയാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ആരോ മരിച്ചെന്ന് പറഞ്ഞിട്ട് പുഴയിൽ കൊണ്ട് ഇട്ടതായിരിക്കും, അവിടെ നിന്ന് ഇവൻ രക്ഷപ്പെട്ടതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദിന്റെ പിന്നീട് അവര് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തുവാട്ടോ. കാലിലെ ആ മുറിവും ഒടിവൊക്കെ ഇങ്ങനെ പിടിച്ച് കെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൈയിന്റെ ചതവും എല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. ഗംഗപ്രസാദിനെ പുതിയൊരു ആളാക്കി മാറ്റാണ്. അതായത് പ്രകൃതി ആയിട്ടുള്ള ഔഷധങ്ങളും മരുന്നുകളൊക്കെ ചെയ്യുമ്പോഴേക്കും ഗംഗപ്രസാദ് പഴയതിനേക്കാളും കുറച്ചൊരു സൂപ്പർ ആവാട്ടോ. കാരണം ആരോഗ്യം കൊണ്ടൊക്കെ നല്ല രീതിയിലേക്ക് മടങ്ങി വരുവാണ്. പക്ഷെ മടങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. 1-2 മാസം ഗംഗപ്രസാദ് ഈ ഒരു ആദിവാസികളുടെ കൂടെ തന്നെ ആയിരിക്കും. അതേസമയം കിരണും കല്യാണിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ തന്നെ അവര് സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കും. കാരണം ഗംഗപ്രസാദ് മരിച്ചു എന്ന് തന്നെ കല്യാണിയും വിചാരിക്കും. കാരണം ദിവസങ്ങൾ കുറെ കടന്നുപോയി, എന്നിട്ടും ഗംഗപ്രസാദിനെ കുറിച്ച് ഒരു വിവരമില്ല. അപ്പൊ അവൻ മരിച്ചെന്ന് തന്നെയാണ് വിചാരിക്കണത്. പക്ഷെ ഗംഗപ്രസാദ് ജീവനോടെയുണ്ട്. അയാൾ അവസാനം ആ മൂപ്പനെയും അവിടുത്തെ ആൾക്കാരെയൊക്കെ പറഞ്ഞു പറ്റിച്ച് ചതിച്ച് അയാൾ നേരെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത് കാർത്തികേനെയും അതുപോലെ ലക്ഷ്മിയമ്മനെയും കൊല്ലാൻ വേണ്ടി തന്നെയാട്ടോ. എന്തായാലും അവിടെ മൂപ്പന്റെ കയ്യിൽ അകപ്പെടുമ്പോഴേക്കും ഗംഗപ്രസാദ് പറയുന്നത്, ഞാൻ വലിയൊരു പണക്കാരനാണ്, എന്റെ പണത്തിന് വേണ്ടി ആരും എന്നെ ഉപദ്രവിച്ച് ഇങ്ങനെ തള്ളിയിട്ടതാണെന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കും. ശരിയാ, നിന്നെ കാണുമ്പോഴേ വലിയ വീട്ടിലെ പയ്യനെ പോലെ ഉണ്ട്, നിന്നെ ഓക്കെ ആക്കിയത് ഞങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വേണ്ടത്ര പണവും കാര്യങ്ങളൊക്കെ തരാൻ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും എന്നൊക്കെ പറയും. ഇനിയിപ്പോ ആ സമയത്ത് അങ്ങനെ അവിടുത്തെ പെണ്ണുങ്ങളെയും പ്രണയിച്ചെങ്കിൽ അതും കൂടി മതി. എന്തായാലും അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ തന്നെയാട്ടോ നമ്മൾ എന്തായാലും കാണാൻ പോകുന്നത്. സ്റ്റെഫി ആണെങ്കിൽ ജയിലിൽ കിടന്നിങ്ങനെ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, എന്റെ ഗംഗ മരിച്ചിട്ടില്ല, എന്റെ ഗംഗ തിരിച്ചു വന്നിരിക്കും എന്നൊക്കെ അത്രയും ഉറപ്പ് സ്റ്റെഫി ജയിലിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് വിശ്വസിച്ച് രാഹുലും വിക്രവും അവിടെ നിൽക്കാട്ടോ. ശരിയാ, ഗംഗ എന്തായാലും വരുമെന്ന് ഞങ്ങൾക്കും തോന്നുന്നത് രാഹുൽ പറഞ്ഞിട്ട് വിക്രവും പറഞ്ഞിട്ട്, അതെ ഗംഗേട്ടൻ അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും മരിക്കില്ല, ഗംഗേട്ടൻ വരും എന്നൊക്കെ വിക്രവും പറയണം. അങ്ങനെ അവര് 3 പേരും കൂടി കൂട്ടാവാട്ടോ. അതായത് സ്റ്റെഫിയും രാഹുലും വിക്രവും കൂടിയിട്ട് അവിടെ ആ ഒരു ചെറിയൊരു ഗ്യാങ് ഉണ്ടാക്കിയാണ്. അതായത് നേരത്തെ ഗംഗപ്രസാദ് ആയിരുന്നല്ലോ, ഗംഗപ്രസാദ് പോയപ്പോ സ്റ്റെഫി വന്നു. അങ്ങനെ ഒരു 3 പേരും കൂടി ഗ്യാങ് അടിച്ചിട്ട് അങ്ങനെ കിരണിനെയും കല്യാണിനെയും കാർത്തികനെയൊക്കെ ഇല്ലാതാക്കണ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാട്ടോ. എന്തായാലും അടിപൊളി ഭാഗം തന്നെയാണ് ഈ ആഴ്ച വരാൻ പോകുന്നത്. വീക്കെൻഡ് പ്രൊമോ വന്നിട്ടില്ല. അത് വരുമ്പോൾ നമുക്ക് ടിവിയെ കാണിച്ചതിനേക്കാളും കൂടുതൽ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ടിവിയിൽ ഒരു ഇച്ചിരി ഭാഗം മാത്രമേ കാണിച്ചുള്ളൂല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രൊമോ വന്നിട്ടില്ല. അത് മിക്കവാറും ഇന്ന് തന്നെ വരുമായിരിക്കും. കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.